ഇതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ഉമർ ഖാലിദിൻ്റെയൊക്കെ കേസ് വരുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് ആദ്യമേ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിനെതിരായിട്ടുള്ള എല്ലാ വിമത ശബ്ദങ്ങൾക്കും UAPA ബാധകമാകുന്നു എന്നുള്ള നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. UAPA സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് താങ്കൾ ഈ ഇതിൻ്റെ ആമുഖത്തിൽ അവതരിപ്പിക്കുന്നത് അത് ശരിക്കും ആശയങ്ങളുടെ ക്രിമിനൽ വൽക്കരണമാണ്. യഥാർത്ഥത്തിൽ അതിനകത്തൊരു ഉപയോഗമില്ല, അല്ല അതിനകത്തൊരു ദുരുപയോഗമല്ല നടക്കുന്ന എല്ലാ ഉപയോഗം, അതിൻ്റെ ആ ലോയുടെ ഉപയോഗം മാത്രമേ അതിനകത്ത് നടക്കുന്നുള്ളൂ. ദാറ്റ് ഇറ്റ് സെൽഫ് ഗിവ്സ് ഈ പറയുന്ന ഒരു അവസ്ഥയുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ UAPA പിന്നെ പ്രയോഗിച്ചിരുന്നു. ഇല്ല, മനോജ് കേസിലുണ്ടായിരുന്നേ. ഏതൊരു കേസിൽ ഒരു പൊളിറ്റിക്കൽ വയലൻസ് ആയിരുന്നു അല്ലെ, രാഷ്ട്രീയ അല്ലേ? ഈ ജയരാജനെതിരൊക്കെ ആയിട്ടുള്ള UAPA. അപ്പൊ ഞാൻ പറയുന്നത് UAPA എന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള കേസുകൾക്കാണ് അത് പ്രയോഗിക്കുന്നത് എന്ന് പറയുന്നതിൽ നിന്ന് അത് മറ്റെവിടെയൊക്കെ പോയിട്ടുണ്ട്. UAPA നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കുന്ന ആപത്ത് ഏത് തരത്തിലുള്ളതാണെന്നാണ് രൂപേഷ് പറയുക? ഒന്ന് UAPA കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്രോണോളജിക്കലായിട്ട് മനസ്സിലാക്കണം, അതിൻ്റെ ചരിത്രപരമായിട്ട് മനസ്സിലാക്കണം. UAPA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ സമയത്ത് റെഗുലേഷൻസ് കൊണ്ടുവന്നിരുന്നു. റെഗുലേഷൻസ് പ്രസിഡൻസി ഏരിയകളിൽ ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ ഏത് പ്രവർത്തനത്തിനെയും ക്രിമിനൽ കുറ്റമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നിയമമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത് 1919 റൗലറ്റ് ആക്ട്, അതായത് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഇത് വലിയ പ്രക്ഷോഭം, രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം, ജാലിയൻ വാലാബാഗ് ഉണ്ടാവും. ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എന്താ പറയുക ഇടം പിടിക്കുന്നത് ഈ ഗാന്ധിയുടെ റൗലറ്റ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ അത്ര ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മുന്നേറ്റങ്ങളിലൂടെയാണ് റൗലറ്റ് എടുത്ത് മാറ്റപ്പെട്ടത്. ഞാനിത് പറയാൻ കാരണം അത്രയും ഒരു നൃശംസമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിയമമാണെന്ന് അന്നത്തെ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യം, ആസാദി നമ്മളിന്ന് പറയണം, അത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മനസ്സിലാക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് ഇതിന്റെ എക്സ്റ്റൻഷനാണ് ബ്രിട്ടീഷ് പീരീഡിൽ. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ടെററിസ്റ്റ് നിയമങ്ങളാണ്. അതൊക്കെ ഈ യുദ്ധത്തിന്റെ കാലയളവിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പോസ്റ്റ് ഒരു 47 ശേഷമുള്ള സമയത്ത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ AK ഗോപാലിനെയൊക്കെ മറ്റേ തടവിലിടുന്നതിന്റെ ഒരു പശ്ചാത്തലം അതിന്റെ തുടർച്ചയായിട്ടാണ്. അതിനുശേഷം പ്രിവെന്റീവ് ഡിറ്റൻഷൻ നിയമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് മിസ, അടിയന്തരാവസ്ഥയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ച മിസക്കെതിരായിട്ട് വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായതിനു ശേഷം പുതിയ ജനതാ പാർട്ടി അത് റിപ്പീൽ ചെയ്തു. ജനതാ പാർട്ടി അല്ല, അന്നത്തെ ഗവൺമെന്റ് ഇത് റിപ്പീൽ ചെയ്തു. അതിനുശേഷം പിന്നെ NSA കൊണ്ടുവരുന്നുണ്ട്. തുടർച്ചയാണ്. അതിനേക്കാൾ കുറച്ചും കൂടിയും AK റോയിന്റെ ഒരു കേസ് ഉണ്ട്. AK റോയ് ഈ മറ്റേ NSA പ്രകാരം പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ അടയ്ക്കപ്പെട്ടിട്ട് അതിനെ ചാലഞ്ച് ചെയ്തപ്പോൾ അത് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷനെ ഭരണഘടന സാധുവൽക്കരിച്ചിട്ടുള്ള കേസുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് അല്ല, അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇത് കാണാൻ പറ്റും. ഇതിനെ പിന്നെ ഒരു നമ്മൾ പറഞ്ഞ 47 ശേഷമുള്ള നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തരം എന്ന് പറയുന്ന സമയത്ത് ഈ റൗലറ്റ് നിയമം ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നത് ടാഡ വെച്ചിട്ടാണ്. ടെററിസ്റ്റ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആക്ട് എന്നുള്ള ഇത് വ്യാപകമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കേസുകളും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെയാണ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ. അപ്പോൾ ഈ ടാഡ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് പ്രിവെന്റീവ് ഡിറ്റൻഷനും മറ്റേ വരുന്നു, ടാഡ വന്ന ജാമ്യം കിട്ടില്ല. രണ്ടത് ടെററിസ്റ്റ് ആക്റ്റുമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ നിരപരാധിത്വം നമ്മൾ തെളിയിക്കണം. ഇത് ടാഡയ്ക്കെതിരായിട്ട് വ്യാപകമായിട്ടുള്ള ഉയർന്നു വന്നു. നേരത്തെ പറഞ്ഞ പോലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നാമം മാത്രമാണ്. അപ്പൊ അതിന്റെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് പല സ്ഥലങ്ങളിലും ഉയർന്നു, നോർത്ത് ഈസ്റ്റിലൊക്കെ ഉയർന്നു. ഫോഴ്സ്ഡ് ടു റിപ്പീൽ, അത് പിൻവലിക്കാൻ. അതിന്റെ ടാഡേരിക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ സൺസെറ്റ് ക്ലോസ് ഉണ്ട്. 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മളത് പുതുക്കിയില്ലെങ്കിൽ അതില്ലാണ്ടാവും. അത് സൺസെറ്റ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പുതുക്കിയില്ല, അപ്പൊ അതില്ലാണ്ടായി.
അതില്ലാണ്ടാവുമ്പോഴും പിന്നീട് പക്ഷെ നമ്മൾ കാണുന്നത് പോട്ട എന്നുള്ള പേരിൽ അത് പോട്ട റൂൾ വന്നു, പിന്നെ പോട്ട ആക്ട് ആയിട്ട് അത് പുനരവതരിപ്പിക്കപ്പെടുക. ഇത് ഈ പറഞ്ഞ പോലെ മൈനോറിറ്റീസിനെതിരായിട്ടും ദേശീയതകൾക്കെതിരൊക്കെ ആയിട്ടുള്ള വ്യാപകമായിട്ടുള്ള നേരത്തെ പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തൽ, ദുരുപയോഗമല്ല ഉപയോഗപ്പെടുത്തൽ, സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ടുള്ള അങ്ങനെയാണ് 2004 UPA ഗവൺമെന്റിന്റെ മാനിഫെസ്റ്റോയില് പോട്ട റിപ്പീൽ ചെയ്യുന്ന പറയുന്നത്. പക്ഷെ നമ്മൾ അതിലൊരു ഒരു ക്ലവർനെസ്, ചതി എന്ന് വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം. ഈ പോട്ട റിപ്പീൽ ചെയ്യുമ്പോൾ ഈ പോട്ടോയിലുള്ള എല്ലാ ക്ലോസുകളും ഈ UAP എന്ന് പറഞ്ഞാൽ 1967 ഉള്ളതാണ്. അത് ഒരു സസെക്ഷനിസ്റ്റ്, അതായത് കൂടി വന്നാൽ ഒരു 7 വർഷം ശിക്ഷിക്കാവുന്ന ഒരു, അതായത് ഈ പറഞ്ഞ പോലെ ഡിസഫെക്ഷൻ രാജ്യത്തിനെതിരായിട്ടുള്ള ഉണ്ടാകാവുന്ന ദേശീയതകളുടെ അങ്ങനത്തെ ഉള്ള ഈ വിട്ടുപോകൽ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നൊരു നിയമമാണ്. അതൊന്നും ഒരു സാധാരണ കോൺസെപ്റ്റുവലായിട്ടൊന്നും പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ടീത്ത് എന്ന് പറഞ്ഞാൽ ആ ലെവലിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഈ പോട്ടയിലെ നേരത്തെ പറഞ്ഞ ടാഡേന്റെ എക്സ്റ്റൻഷനാണ്, തുടർച്ചയാണ് പോട്ടോ, അത് മുഴുവൻ തന്നെ ഇതിൽ കൊണ്ടുപോയി ചേർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ UAPക്ക് ഇതിനെ മറ്റേ ഒരേ സമയം പ്രിവെന്റീവ് ഡിറ്റൻഷൻ നിയമവും, പ്രിവെന്റീവ് ഡിറ്റൻഷൻ നിയമം ആവുന്നത് ഈ 43D5 വെച്ചിട്ട് പ്രിമാ ഫേസിയ കേസിൻ്റെ ജാമ്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ജാമ്യമില്ല. പ്രിമാ ഫേസിയ കേസ് എന്ന് പറഞ്ഞാൽ കുറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പ്രിമാ ഫേസിയ കേസായി. 2, ഇതിനെ മറ്റ് പല നിയമങ്ങളെ പോലെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട UAPനെ മറ്റേ ഏറ്റവും ഷാർപ്പാക്കുന്നത് NIA ആക്ടാണ്. നമുക്ക് 2008 UAPയിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അമെൻമെന്റ് വരുന്നത്. ആ 2008 എന്ന് പറയുന്നത് മറ്റേ ബോംബെ ഈ പറഞ്ഞ പോലെ തീവ്രവാദ ആക്രമണം എന്നുള്ള പേരിൽ നടക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിന്റെ തുടർച്ചയായിട്ടാണ്. ഒരു ചർച്ചയില്ലാണ്ട് UAPയിലെ ഭേദഗതി വരുന്നു. UAP അതിനു മുമ്പ് ഈ സാധാരണ ഒരു പ്രൊസീജിയർ UAPന്റെ ഉള്ളിൽ മാത്രം നിലനിന്നിരുന്നത് സാധാരണ CRPC പ്രകാരം നടപ്പിലാക്കപ്പെട്ടിരുന്നതായിട്ടുള്ള പ്രൊസീജിയറൽ കാര്യങ്ങളായി ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് NIA ആക്ട് വരുന്നു. NIA ആക്ടിന്റെ പ്രശ്നം നമ്മളിപ്പോൾ UAPനേക്കാൾ ഏറ്റവും ഗൗരവമായിട്ട് പലരും ശ്രദ്ധിച്ചിട്ടില്ല, ചർച്ച ചെയ്യേണ്ട പ്രശ്നം NIA ആക്ടാണ്. NIA ആക്ടിന്റെ ഒരു സുപ്രധാന പല വക്കീലന്മാരും പ്രത്യേകിച്ച് മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള മുസ്ലിം ലോയേഴ്സൊക്കെ നല്ല പഠനം നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ NIA ആക്ട് വരുന്നതോട് കൂടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ NIA ആക്ട് പ്രൊസീജിയർ ലോ ആയിട്ട് മാറുന്നുണ്ട്. UAP അടക്കമുള്ള നിരവധി ഇതുപോലത്തെ ഹൈജാക്കിംഗ് ആക്ട് അങ്ങനത്തെയുള്ള നിരവധി കുറ്റങ്ങൾ NIA ആക്ട് പ്രകാരം ഷെഡ്യൂൾ ഒഫൻസായി. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ NIA ആക്ട് പ്രകാരമായിരിക്കും. അതിൻ്റെ ഇപ്പോൾ 2 കാര്യങ്ങൾ പറയാം. NIA എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പ്രീമിയർ ഏജൻസി ആയിട്ട് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം പോലീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സബ്ജക്റ്റ്. എക്സെപ്ഷണൽ സാഹചര്യത്തിൽ മാത്രമാണ് CBIയോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെയുള്ള വരുന്നത്. അതിനും നിരവധി നൂലാമാലകളുണ്ട്. NIA ആക്ട് വരുന്നവരോട് ഈ NIA ആക്ടിന്റെ സെക്ഷൻ 3 സബ് ക്ലോസ് 3 എന്ന് പറഞ്ഞാൽ 3(3) അത് പ്രകാരം ഒരു NIA ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നാലും അയാൾ അവിടുത്തെ SHO ആണ്. അദ്ദേഹത്തിന് ആ അധികാരമുണ്ട്. 2 NIA ആക്ടിന്റെ 6(5) പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് ഏത് കുറ്റവും NIAനെ അന്വേഷിക്കാൻ വിടാം. അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിച്ചു ഇതൊരു ഏജൻസിയായി മാറി, പ്രീമിയർ ഏജൻസിയായി മാറുന്ന മാത്രമല്ല, ഇത് ഒരു ഫെഡറൽ സാധനത്തിൽ നിന്ന് മാറിയിട്ട് ഒരു സെൻട്രൽ ഏജൻസി ഒരു സാധാരണ, അതായത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് നിന്ന് മാറിയിട്ട് സെൻട്രൽ ഏജൻസിക്ക് അല്ലെ സെൻട്രൽ ഗവൺമെന്റിന് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ തന്നെ ഇപ്പൊ ഈ ഡൽഹി പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉയർന്നൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു മറ്റേ NIA അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോടതി കൈയൊഴിഞ്ഞത് എന്താ വെച്ചാൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് അധികാര പരിധിയിലുള്ള ഞങ്ങൾ ഇടപെടില്ല എന്നാ. അപ്പൊ നമ്മളത് പോസിറ്റീവായിട്ട് പെട്ടെന്ന് തോന്നുക, അയ്യോ NIA ഇടപെട്ടില്ലല്ലോ. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ അതിനെ ഒന്നും കൂടിയും എൻഷുർ ചെയ്യപ്പെട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ UAP എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചരിത്രപരമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. 2 NIA ആക്ട് അതിന്റെ ഒരു ഭയങ്കര ടീത്ത് കൂടുതൽ ഷാർപ്പ് ചെയ്യപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് ഏത് ഡിസെന്റും ഏത് തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും രാജ്യത്തിനെതിരായ ഒന്നാകാം. ഇപ്പൊ ഈ സമീപകാലത്തായിട്ട് ഒരു കോടതി വിധിയിൽ, അതായത് 16 എന്ന് പറഞ്ഞിട്ടുള്ള UAPയിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള, അതായത് ടെററിസ്റ്റ് ആക്ടിന്റെ പീനൽ, അതായത് ശിക്ഷ 15 ടെററിസ്റ്റ് ആക്ട്, അതിന്റെ പീനൽ നടപടിയാണ് ഇപ്പൊ നമ്മൾ 300 കൊലപാതകം
302 അതിന്റെ പീനൽ ശിക്ഷാവിധി പറയുന്ന പോലെ 16 അതിന്റെ ശിക്ഷാവിധി. അപ്പൊ അതിന് നേരത്തെ എന്തെങ്കിലും ഒരു ആക്ഷൻ വേണമായിരുന്നു. ഒരു ബോംബാക്രമണോ വെടിവെപ്പോ അല്ലെങ്കിൽ കൊലപാതകമോ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള അല്ലെങ്കിൽ നേരിട്ടുള്ള ആക്ഷൻ വേണമായിരുന്നു. ഇപ്പൊ 2026 ഒരു ഇന്റർപ്രിട്ടേഷനിൽ അങ്ങനെയും വേണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ഏത് നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിട്ട്, ഗവൺമെന്റിനെതിരായിട്ട്, ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഏത് വിമർശനത്തിനെ പോലും ഈ തീവ്രവാദ പ്രവർത്തനമായിട്ട്, മറ്റ് നേരത്തെയൊക്കെ തീവ്രവാദ പ്രവർത്തനം സഹായിക്കലാണ് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം അബറ്റ്മെന്റ് നടത്തലാണ്. ഇതല്ല, തീവ്രവാദ പ്രവർത്തനമായിട്ട് നേരിട്ടിട്ട് ജീവപര്യന്ത ശിക്ഷ ആകാവുന്ന തരത്തിലൊന്നായിട്ട് UAPA കാലക്രമേണ മാറിക്കഴിഞ്ഞിട്ടുണ്ട്.